മുസ്ലിം ലീഗിനെതിരെ പരോക്ഷ വിമർശനവുമായി സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം. സുന്നി വിഭാഗത്തിലെ നേതാക്കൾ ഐക്യത്തിന്റെ ഭാഗത്താണ്. സമസ്തയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും, അതിന് രാഷ്ട്രീയക്കാരുടെ ആവശ്യമില്ല. പ്രശ്നങ്ങൾ മതകേന്ദ്രങ്ങളെ മുൻനിർത്തി പരിഹരിക്കാമെന്നും ഉമർ ഫൈസി മുക്കം. നമ്മളെ മനസ്സുകളൊക്കെ അങ്ങനെയാണ്. എന്തിനാണ് നമ്മൾ വെറുതെ തല്ലുകൂടുന്നത്? വെറുതെ തല്ലുകൂടുന്നത് എന്താ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിച്ചൂടെ? അതിന് വേറെ രാഷ്ട്രീയക്കാരൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇരുന്നിട്ട് പരിഹരിക്കാവുന്നതാണ്. നമ്മുടെ മുമ്പിൽ ഖുർആനും ആയത്തില്ലേ? ആ നല്ല ബുദ്ധി എല്ലാവർക്കും തരട്ടെ. ഈ മുനമ്പം വിഷയത്തിൽ തന്നെ അതിലൊക്കെ സജീവമായി പങ്കെടുക്കാൻ നമ്മളോടൊക്കെ പറഞ്ഞതാണ്. ആ നിലയ്ക്ക് ഈ വിഷയത്തോടൊന്നും ആർക്കും എതിർപ്പില്ല. ഇത് മുസ്ലിങ്ങളുടെ വിഷയമാണ്. എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തേണ്ട വിഷയമാണെന്ന കാര്യത്തിലൊന്നും ആർക്കും എതിരഭിപ്രായമില്ല. എല്ലാവരും യോജിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിലൊക്കെ ഉള്ളത്. റാഫി കരീം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. റാഫി, വിവരങ്ങൾ എന്തൊക്കെയാണ്? കൊച്ചിയിലെ വഖഫ് സംരക്ഷണ സമ്മേളന വേദിയിലായിരുന്നു ഉമർ ഫൈസി മുക്കത്തിൻ്റെ പരോക്ഷമായ വിമർശനം ലീഗിനെതിരെ നടന്നത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്കെല്ലാം ശേഷമാണ് ഉമർ ഫൈസി മുക്കം ഈ വേദിയിലേക്ക് എത്തിയതും ഇത്തരത്തിലൊരു വിമർശനം നടത്തിയതും. സമസ്തക്കിടയിലെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിന് രാഷ്ട്രീയക്കാരുടെ ആവശ്യമില്ല എന്നുള്ളതാണ് ഉമർ ഫൈസി പറഞ്ഞത്. ഈ വിഷയങ്ങളെല്ലാം തന്നെ സമസ്തക്കിടയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ്. ഇത്തരത്തിൽ എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ മതഗ്രന്ഥങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആ വിഷയങ്ങൾ പരിഹരിക്കാൻ സമസ്തയിലെ നേതാക്കൾക്ക് കഴിയും. അതിന് രാഷ്ട്രീയക്കാരുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഉമർ ഫൈസി പറഞ്ഞു വെച്ചത്. ഒപ്പം തന്നെ താൻ ഈ വേദിയിലേക്ക് എത്തി ഈ സംരക്ഷണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് എന്നും സമസ്ത കേന്ദ്ര മുഷാവറ അംഗമായ ഉമർ ഫൈസി മുക്കം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉമർ ഫൈസി മുക്കം പറഞ്ഞത്, ഈ സമ്മേളനത്തിൽ വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എല്ലാവരും ഒരുമിച്ചാണ്. അതിൽ ആരെയും പ്രത്യേകിച്ച് പങ്കെടുപ്പിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. അതിൽ ആരൊക്കെ പങ്കെടുക്കണമെന്ന കാര്യത്തിൽ ഒരു എതിരഭിപ്രായവും ആർക്കുമില്ല. ആരെയൊക്കെ ക്ഷണിക്കണമെന്ന കാര്യത്തിലും ഒരു എതിർ അഭിപ്രായവും ആർക്കുമില്ല. എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട വിഷയമാണ്, എല്ലാവരും ഒരുമിച്ച് പോകേണ്ട വിഷയമാണെന്നും ഉമർ ഫൈസി മുക്കം പറഞ്ഞു വെച്ചു. ഈ സത്യത്തിൽ ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് ജിഫ്രി മുത്തുക്കോയ തങ്ങളായിരുന്നു. ഉമർ ഫൈസി മുക്കം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരങ്ങൾ. എന്നാൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പങ്കെടുക്കാത്തതിനെ തുടർന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇന്ന് ഈ സമ്മേളനത്തിൽ ഉമർ ഫൈസി മുക്കം പങ്കെടുത്തത്. ശരി.